അങ്ങനെ നമ്മുടെ സുധിയുടെ വിവാഹത്തിൻ്റെ ആ തൊട്ടു മുമ്പുള്ള മുഹൂർത്ത സമയത്ത്, താലി കെട്ടുന്നതിന് തൊട്ടു മുമ്പുള്ള സമയത്തിന് നമ്മുടെ രേവതി മണ്ഡപത്തിൽ നിന്ന് കരഞ്ഞുകൊണ്ടിറങ്ങി ഓടുകയാണ്. രേവതി കരഞ്ഞുകൊണ്ട് പോവുകയാണ്. നമ്മുടെ രേവതിയുടെ പിന്നാലെ നമ്മുടെ ലക്ഷ്മിയും ദേവുവും ശരത്തും എല്ലാവരും പോവുകയാണ്. എന്തിനായിരിക്കും നമ്മുടെ രേവതി ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പോയിട്ടുണ്ടാവുക? എന്തായിരിക്കും അതിനുവേണ്ടി അവിടെ സംഭവിച്ചിട്ടുണ്ടാവുക? രേവതിയെ അത്രയേറെ വേദനിപ്പിക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ വിവാഹ സ്ഥലത്ത് നിന്നും പോവത്തക്ക രീതിയിൽ, ഇറങ്ങി പോവത്തക്ക രീതിയിൽ രേവതിയെ വേദനിപ്പിക്കണം എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവിടെ സംഭവിച്ചിട്ടുണ്ടാവുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും ആകാംക്ഷയോടുകൂടി ഇരിക്കുകയാണെന്ന് എനിക്കറിയാം. അപ്പോൾ അത് പറയാനായിട്ട് ഞാനും ഒരുപാട് ആകാംക്ഷയിൽ ഇരിക്കുകയാണ്. പക്ഷേ അതിന് മുമ്പായിട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ, ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്തേക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ എപ്പിസോഡിൻ്റെ റിവ്യൂവിലേക്ക് പോകാം. അങ്ങനെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ ചന്ദ്രമതിയുടെ അടുത്ത് ചെന്നിട്ട് ശ്രുതി പരാതി പറയുകയാണ്. അമ്മേ, ഞാൻ ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറിയേക്കാം. എൻ്റെ അച്ഛൻ്റെ അനുഗ്രഹം മേടിക്കാതെ എനിക്ക് ഈ വിവാഹം നടക്കില്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടുന്ന് പോയേക്കാം എന്നൊക്കെയുള്ള രീതിയിൽ സംസാരിക്കുകയാണ്. അപ്പോൾ ചന്ദ്രമതി ചോദിക്കുകയാണ്, എന്തിനാ മോളെ, എന്താ ഇപ്പം ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്താ കാര്യം? നിന്നെ ആരാ ഇത്രയ്ക്ക് വേദനിപ്പിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ശ്രുതിയോട് ചോദിക്കുകയാണ്, എന്താണ് ശ്രുതി, ഇത്തിരി മുമ്പ് വരെ സന്തോഷമായിട്ട് നിന്ന മോള് എന്തിനാണ് ഇപ്പോൾ കരയുന്നത്? നീ എന്ത് ചെയ്തടാ? എന്തിനാ ഇവളെ കരയിച്ചത്? ആരാ കരയിച്ചത്? എന്നൊക്കെയുള്ള ഒരു 100,000 ചോദ്യങ്ങൾ നമ്മുടെ ചന്ദ്രമതിയുടെ ഭാഗത്ത് നിന്നുണ്ടാവുകയാണ്. അപ്പം നമ്മുടെ ശ്രുതി പറയണ, അമ്മേ ദേ അവരാണ് കരയിച്ചത് എന്നിങ്ങനെ പറയുകയാണ്. നമ്മുടെ ലക്ഷ്മിയുടെ നേർക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ശ്രുതി പറയാണ്, അവരാണ് അവളെ കരയിച്ചത് എന്നിങ്ങനെ പറയുകയാണ്. പിന്നെ ചന്ദ്രമതി ഉണ്ടോ വിട്ടുകൊടുക്കുന്നു. ചന്ദ്രമതി നേരെ ഒരു പോക്ക് അങ്ങോട്ട് പോവുകയാണ് നമ്മുടെ ലക്ഷ്മിയുടെ അടുത്തേക്ക്. ലക്ഷ്മി ശരിക്കും പറയുകയാണെങ്കിൽ അത് കണ്ടിട്ട് പേടിയാവുകയാണ് ലക്ഷ്മിക്ക്. നമ്മുടെ ചന്ദ്രമതിയുടെ അങ്ങോട്ടുള്ള വരവ് കാണുമ്പോഴത്തേക്ക് നമ്മുടെ രേവതി ഒപ്പം ഉണ്ട്. രേവതി അങ്ങോട്ടേക്ക് വരികയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്രമതി വന്നിട്ട് ചോദിക്കുകയാണ്, നിനക്കെന്താ, നിന്നെ ഞാൻ പറഞ്ഞ് ഏൽപ്പിച്ചിരുന്നോ മോളുടെ അച്ഛൻ്റെ അനുഗ്രഹം മേടിച്ചില്ലെങ്കിൽ വിവാഹം നടക്കില്ലെന്ന്? നിനക്കെന്താ ഇവളെ കരയിക്കാൻ വേണ്ടിയിട്ട് ഇത്ര നിർബന്ധം എന്നൊക്കെ ചോദിച്ചിട്ട് ഓരോ കുട്ടങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലക്ഷ്മി പറയണം, അയ്യോ ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ട് പറഞ്ഞതല്ല. നീ എങ്ങനെ വിചാരിച്ചിട്ട് പറഞ്ഞതല്ലെന്ന്? നിന്നോട് ആരാ പറഞ്ഞത് ശ്രുതിയുടെ അച്ഛൻ്റെ അനുഗ്രഹം മേടിക്കാൻ പറയാനൊക്കെ? ഞാൻ പറഞ്ഞില്ലല്ലോ, പിന്നെ നിനക്കെന്താ അതിൻ്റെ ആവശ്യം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. നീ അന്ന് വീട്ടിൽ വന്നില്ലേ? അതായത് ആ ഒരു സമയത്ത് നമ്മുടെ സച്ചിയുടെയും രേവതിയുടെയും താലിമാറ്റൽ ചടങ്ങുണ്ടായിരുന്നല്ലോ. അപ്പോൾ അന്ന് വന്ന കാര്യമാണ് പറയുന്നത്. നീ അന്ന് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അന്നും നീ മോളോട് ഓരോന്നിരുന്ന് പറയുന്നത് ഞാൻ കണ്ടതാണ്. അന്നേ ഞാൻ നിന്നെ നോട്ടമിട്ട് വെച്ചിരുന്നതാണ്. നിനക്കിതിൻ്റെയൊക്കെ വല്ല കാര്യമുണ്ടോ? നീ ഇരിക്കേണ്ടടുത്ത് നീ ഇരുന്നാൽ മതി കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അതിനുശേഷം നമ്മുടെ രേവതിയെ നോക്കിയിട്ട് നമ്മുടെ ചന്ദ്രമതി പറയണം, നീ ഇവൾക്ക് വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. എങ്ങനെയെങ്കിലും ശ്രുതിയുടെ മനസ്സ് മാറ്റണം. അങ്ങനെ വിവാഹത്തിൽ നിന്ന് പിന്മാറി ശ്രുതി പോകണം. അതല്ലേ നിൻ്റെ മനസ്സിലിരിപ്പ് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ലക്ഷ്മി പറയണം, അയ്യോ ചേച്ചി അങ്ങനെയൊന്നും പറയല്ലേ, ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടല്ല. അച്ഛൻ്റെ അനുഗ്രഹം മേടിക്കാൻ മാത്രമല്ലേ പറഞ്ഞോളൂ. അത് ഇത്ര വലിയ തെറ്റാണോ എന്നിങ്ങനെ പറയണം. അതെ, തെറ്റ് തന്നെയാണ്. നീയൊക്കെ ഇവിടെ കല്യാണത്തിന് വന്നിട്ടുണ്ടെങ്കിൽ മര്യാദയ്ക്ക് കല്യാണം കഴിഞ്ഞ് പൊയ്ക്കോളണം. അല്ലാതെ ഇവിടെയുള്ള മറ്റുള്ള കാര്യങ്ങളിലൊന്നും നിങ്ങൾ ആരും ഇടപെടണ്ട. എന്താടി, ഞാൻ നിന്നെ ഏർപ്പാടാക്കിയിരുന്നോ എന്നിങ്ങനെ ലക്ഷ്മിയുടെ അടുത്ത് ആർത്തു മുറിച്ച് ചോദിക്കുകയാണ് നമ്മുടെ ചന്ദ്രമതി. ഇതൊക്കെ കണ്ടിട്ട് സഹി കെട്ട് നമ്മുടെ അച്ചമ്മ പറയണേ, നിർത്ത് ചന്ദ്രേ, നീ നിൻ്റെ വാ അടച്ചു പിടിക്ക്. ഇതിനു വേണ്ടി സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എന്താ ഉണ്ടായത്? ലക്ഷ്മി പറഞ്ഞെങ്കിൽ അത് സത്യമായിട്ടുള്ള കാര്യമല്ലേ. അച്ഛൻ്റെ അനുഗ്രഹം മേടിക്കണമെന്ന് മാത്രമല്ലേ ലക്ഷ്മി പറഞ്ഞോളൂ. അത് ഞാനും പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. എന്നിട്ടിപ്പോൾ എന്താ ലക്ഷ്മിയെ മാത്രം കുറ്റപ്പെടുത്തുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അതിനുശേഷം നമ്മുടെ അച്ചമ്മയല്ലേ ആള്, അച്ചമ്മ നേരെ നമ്മുടെ ശ്രുതിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. ചെന്നിട്ട് പറയണം, ശ്രുതിയുടെ അടുത്തിട്ട് ചെന്നിട്ട് പറയാണ്, എന്താ നിനക്ക് ഇത്ര കരയാൻ വേണ്ടിയിട്ട് ലക്ഷ്മി എന്തെങ്കിലും നിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? അച്ഛൻ്റെ അനുഗ്രഹം മേടിക്കണമെന്ന് മാത്രമല്ലേ ലക്ഷ്മി പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാനും പറയുകയും ചെയ്തല്ലോ. അതിൽ ഇത്ര വലിയ തെറ്റെന്താ? അതിനുവേണ്ടി നീ ഇങ്ങനെ കരഞ്ഞ് ബഹളം വയ്ക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എന്താ ഉണ്ടായത് എന്നിങ്ങനെ ചോദിക്കുകയാണ് അച്ചമ്മ. അതിനുശേഷം അച്ചമ്മ പറയണേ, ഇത് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു മുഹൂർത്ത സമയം ആയിപ്പോയി. അല്ലെങ്കിലുണ്ടല്ലോ ഞാനിതിനൊന്നും ഇങ്ങനെ ആയിരുന്നിരിക്കില്ല പ്രതികരിക്കുന്നത് എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം അച്ചമ്മ പറയണ, ഇനിയിപ്പോൾ എന്തായാലും മുഹൂർത്തം ആവാറായി, നീ വാ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ശ്രുതി ഇങ്ങനെ അവിടെ തന്നെ നിന്ന് വീണ്ടും ശ്രുതിയുടെ കരച്ചിൽ ഒരിക്കലും നിർത്തുന്നില്ല. അപ്പോഴത്തേക്ക് നമ്മുടെ അച്ചമ്മ പറയണേ, ഇനി നീ സങ്കടപ്പെടുകയൊന്നും വേണ്ട, വാ മോളെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതിയെ വിളിച്ചിട്ട് നമ്മുടെ അച്ചമ്മ പോവുകയാണ്. അങ്ങനെ അച്ചമ്മ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ പിന്നാലെ നമ്മുടെ ലക്ഷ്മി പാവം പേടിച്ചു പോയി. അങ്ങനെ നമ്മുടെ ലക്ഷ്മിയും പോവുകയാണ്. അപ്പോൾ നമ്മുടെ രേവതി പോകാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്ക് നമ്മുടെ രേവതിയുടെ കൂടെ പറയുകയാണ് നമ്മുടെ ചന്ദ്രമതി പറയണേ,
നീ അവിടെ ഒന്ന് നിന്നേ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ രേവതി അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ചന്ദ്രമതി അടുത്ത് വന്നിട്ട് പറയണ്, നിനക്ക് സമാധാനമായിട്ടുണ്ടാവുമല്ലോ, ശ്രുതിയെ കരയിപ്പിച്ചപ്പോൾ നിനക്ക് സന്തോഷമായിട്ടുണ്ടാവുമല്ലോ എന്നിങ്ങനെ പറയുകയാണ്. എനിക്ക് നന്നായിട്ടറിയാം ഇതിനൊക്കെ പിന്നിൽ നീയാണെന്ന്. നീ തന്നെയാണ് നിൻ്റെ അമ്മയെ കൊണ്ട് ഇതെല്ലാം സംസാരിപ്പിക്കുന്നത് എന്നിങ്ങനെ പറയാണ് രേവതിയോട്. അതിനുശേഷം ചന്ദ്രമതി പറയണ്, നിന്നെയൊക്കെ കല്യാണത്തിന് വിളിച്ചവരെ മാത്രം പറഞ്ഞാൽ മതിയല്ലോ. കല്യാണം കൂടാൻ വന്നിട്ടുണ്ടെങ്കിലുണ്ടല്ലോ മര്യാദയ്ക്ക് കൂടിയിട്ട് പൊയ്ക്കോളണം. അല്ലാതെ നിന്നെപ്പോലുള്ള രാശിയില്ലാത്ത കൂട്ടങ്ങൾ വന്നാലുണ്ടല്ലോ പിന്നീട് ഒരു എഴുമ്പേറ്റവും ഉണ്ടാവില്ല. വന്നത് പോട്ടെ, മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി നിന്നോളണം. കുറേ ദരിദ്രവാസികൾ എവിടെയെങ്കിലും കല്യാണം വിളിച്ചാൽ ഓടി അങ്ങ് വന്നോളും, എല്ലാ എണ്ണവും കൂടെ കൂട്ടത്തോടെ അങ്ങ് വന്നോളും എന്നിങ്ങനെ പറയാണ്. രേവതിക്ക് ഭയങ്കര വിഷമമാവുകയാണ് അത് കേൾക്കുമ്പോഴത്തേക്ക്. എന്നിട്ട് ചന്ദ്രമതി പറയണം എന്നും പറഞ്ഞ് മുഖവും വെട്ടിത്തിരിച്ച് നമ്മുടെ ചന്ദ്രമതി ഒരു പോക്കങ്ങ് പോവുകയാണ്. നമ്മുടെ രേവതിക്ക് സങ്കടമൊക്കെ വരികയാണ്. അങ്ങനെ രേവതി അവിടെ ഇങ്ങനെ സങ്കടപ്പെട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അതേസമയം നമ്മുടെ ശ്രുതിയും അതുപോലെ നമ്മുടെ മീരയും കൂടി ഒരു സ്ഥലത്തേക്ക് മാറി നിൽക്കുകയാണ്. അപ്പോൾ മാറി നിന്നിട്ട് ഒഴിഞ്ഞൊരു ഭാഗത്ത് മാറി നിന്നിട്ട് അവർ സംസാരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ശ്രുതിയോട് മീര പറയാണ്, എൻ്റെ ശ്രുതി, എന്തായാലും ശ്രുതി ഇതൊന്നും അറിഞ്ഞിട്ടില്ല, നീയായിട്ട് ഇനിയിപ്പോൾ അറിയിക്കാനൊന്നും നിൽക്കണ്ട. എന്തായാലും വിവാഹം നടക്കട്ടേടി. വിവാഹത്തിന് ശേഷം അറിഞ്ഞു കഴിഞ്ഞാൽ അത് നീ എങ്ങനെയെങ്കിലും പറഞ്ഞൊക്കെ റെഡിയാക്കി എടുത്താൽ മതി. പിന്നീട് താലി കഴുത്തി വീണ് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നീ അതുവരെ എങ്ങനെയെങ്കിലും പിടിച്ച് നിൽക്ക്. അപ്പോൾ ഉടനെ ശ്രുതി പറയണേ, എൻ്റെ മീരെ, ഇത് വല്ലതും ആ നവീൻ വന്നു കഴിഞ്ഞാൽ മുടങ്ങില്ലേടി. അയാൾ വന്നു കഴിഞ്ഞാൽ എല്ലാം കുളമാവും, പിന്നെ ഞാൻ എന്തു ചെയ്യും എന്നിങ്ങനെ പറയണേ. അപ്പോൾ മീര പറയണേ, ഇല്ല, അവൻ വരത്തൊന്നുമില്ല, അവൻ വന്നിരുന്നെങ്കിൽ എപ്പോഴേ വന്നാനേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അതിനുശേഷം ഇനിയിപ്പോൾ അഥവാ നവീൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും എന്നിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ആലോചിച്ചിട്ട് മീര ഇങ്ങനെ ആലോചിച്ചിട്ട് ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ശ്രുതി പറയുകയാണ്, അതിനൊരു ഐഡിയ എൻ്റെ കയ്യിലുണ്ട്. നീ ഒരു കാര്യം ചെയ്യ്, കെട്ട് നടക്കുന്ന സമയത്ത് നീ അങ്ങോട്ട് അകത്തേക്ക് വരണ്ട, നീ പുറത്ത് ഗേറ്റിൻ്റെ അവിടെ നിൽക്ക്. വരുമ്പോഴത്തേക്ക് നവീൻ വരുന്നെങ്കിൽ അപ്പോൾ നിനക്ക് കാണാൻ പറ്റും. അങ്ങനെ നവീൻ വന്നിട്ട് അകത്തേക്ക് കയറി വരാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ നീ അവനെ തടയണം. ഏതെങ്കിലും തരത്തിൽ അവൻ നിർബന്ധം പിടിച്ച് അകത്തേക്ക് വരാനായിട്ട് നോക്കുന്നുണ്ടെങ്കിൽ നീ അവൻ്റെ ചെകിടത്തടിക്കണം. അടിച്ചതിന് ശേഷം നീ അവിടെ നിന്നങ്ങ് ബഹളം വെക്കണം. പിന്നീട് ആളുകൾ വരുമ്പോൾ എന്തായാലും നീ ഒരു പെൺകുട്ടിയാണ്, അപ്പോൾ നീ ബഹളം വെക്കുമ്പോൾ ആളുകൾ കാര്യം ചോദിക്കുമ്പോൾ നീ അതിന് പറ്റിയ രീതിയിൽ നീ അതങ്ങ് കൈകാര്യം ചെയ്യണം. അപ്പോൾ പിന്നീട് അവൻ്റെ കാര്യം നാട്ടുകാർ ഏറ്റെടുത്തോളും. പിന്നെ ആളുകളെ കയ്യിൽ നിന്ന് അവന് പൊതിരെ കിട്ടുകയും ചെയ്യും. അവൻ അങ്ങോട്ടേക്ക് അകത്തേക്ക് കയറി വരാനും പറ്റില്ല, അവന് ഈ വിവാഹം മുടക്കാനും പറ്റില്ല. എങ്ങനെയുണ്ട് സൂത്രം എന്നിങ്ങനെ ചോദിക്കുകയാണ് ശ്രുതി മീരയോട്. അപ്പം മീര ഇങ്ങനെ ആലോചിച്ചിട്ട് പറയുന്നത്, ഇത് കൊള്ളാടി മോളെ, ഇത് വർക്കൗട്ടാവും എന്നിങ്ങനെ പറയുകയാണ്. പക്ഷേ അവൻ വരികയാണെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി എന്നിങ്ങനെ പറഞ്ഞ് ഏൽപ്പിക്കുകയാണ് നമ്മുടെ ശ്രുതി. അങ്ങനെ ഇവർ ഇങ്ങനെ സംസാരിച്ച് നിൽക്കുമ്പോൾ നോക്കുമ്പോൾ കാണുമ്പോൾ ശ്രുതി അങ്ങോട്ടേക്ക് വരികയാണ്. അപ്പോൾ ശ്രുതിയെ കണ്ടിട്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ മീര എന്ത് ചെയ്യുന്നു, സാരിയുടെ അടിയിലത്തെ പ്ലീറ്റ്സ് എടുക്കുന്ന രീതിയിൽ കുനിഞ്ഞ് നിന്നിട്ട് ഇങ്ങനെ സാരിയിൽ ഞൊറി പിടിക്കുകയാണ് അടിയിൽ. അപ്പോൾ ശ്രുതി വന്നിട്ട് ചോദിക്കണം, എന്താ ഇതൊന്നും ഇതുവരെ കഴിഞ്ഞില്ലേ, ഞാൻ സഹായിക്കണോ മീര എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ മീര അങ്ങ് പെട്ടെന്ന് എഴുന്നേൽക്കുകയാണ്. കാരണം സാരിയുടെ പ്ലീറ്റ്സ് ഒന്നും പിടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ ശ്രുതി പറയണ, അത് ശ്രുതിക്ക് ബുദ്ധിമുട്ടാവില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. എന്ത് ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതി അവിടെ തന്നെ ഇരുന്ന് സാരിയുടെ പ്ലീറ്റ്സ് എടുക്കുകയാണ്. അപ്പോൾ ആ സമയത്തിന് നോക്കുമ്പോൾ നമ്മുടെ ഭാമയും ചന്ദ്രയും അങ്ങോട്ടേക്ക് വരികയാണ്. ഇവരെ തിരക്കി വരികയാണ് കാണാഞ്ഞിട്ട്. അപ്പോൾ ചന്ദ്രമതി ചോദിക്കുകയാണ്, എടാ ശ്രുതി, നീ അവിടെ എന്തെടുക്കുക എന്നിങ്ങനെ ചോദിക്കുകയാണ്. നീ ഇങ്ങ് വാ എഴുന്നേറ്റ് എന്നിങ്ങനെ പറയണം. അപ്പോൾ ശ്രുതി എണീച്ചിട്ട് പറയണം, അല്ലമ്മേ, ശ്രുതിയുടെ സാരിയൊന്നും ഇപ്പം നീ റെഡിയാക്കണ്ട, കല്യാണം കഴിയട്ടെ, കെട്ട് കഴിഞ്ഞതിന് ശേഷം ഇതൊക്കെ നീ ചെയ്തു കൊടുക്കുക, അതിന് മുമ്പായിട്ട് നീ ഇത് ചെയ്യണ്ട എന്നിങ്ങനെ പറയണം. അതിനുശേഷം ചന്ദ്രമതി പറയണം, മോളെ ശ്രുതി, വിവാഹത്തിന് സമയമൊക്കെ ആയിട്ടുണ്ട്, മുഹൂർത്തമൊക്കെ ആയിട്ടുണ്ട്, ഇനി ഇങ്ങനെ നിന്ന് സമയം വേസ്റ്റാക്കാനില്ല, പെട്ടെന്ന് രണ്ടാളും അങ്ങോട്ടേക്ക് വാ എന്നിങ്ങനെ പറയുകയാണ് ചന്ദ്രമതി. അതിനുശേഷം ചന്ദ്രമതി അങ്ങ് പോവുകയാണ്. അതേ സമയത്ത് നമ്മുടെ നവീൻ ഉണ്ടല്ലോ, നമ്മുടെ സച്ചിയുടെ കാറിലിരിക്കുകയാണ്. കാറിലിരുന്നിട്ട് ഫ്രണ്ട്സുമായിട്ട് സംസാരിക്കുകയാണ്. പിന്നെ നവീൻ പറയുകയാണ്, എടാ, ഇന്നത്തോടുകൂടി എൻ്റെ ആഗ്രഹം ഇന്ന് പൂർത്തിയാവും. എത്ര നാളുകൊണ്ട് അവളിങ്ങനെ വഴുതി പോകുന്നതെന്നറിയാമോ? പിന്നെ ഫ്രണ്ട്സിനെ ഒന്നും ഞാൻ ഒരിക്കലും മറക്കില്ല. എടാ, എനിക്ക് മാത്രമായിട്ട് എന്തിനാ, എന്തുണ്ടെങ്കിലും നമ്മൾ ഷെയർ ചെയ്യുന്ന ആളുകളല്ലേ,
എൻ്റെ ആവശ്യം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും തരാം എന്നിങ്ങനെ പറയുകയാണ്. സച്ചിക്കാണെങ്കിൽ ഇത് കേട്ടിട്ട് സഹിക്കുന്നില്ല. സച്ചി കൂടെ ഇങ്ങനെ നവീനെ നോക്കിയിട്ട് പല്ല് കടിക്കുന്നുണ്ട്. ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ് സച്ചിക്ക്. അതിനുശേഷം നവീൻ പറയണ എന്തായാലും ഇന്നത്തോടുകൂടി അവൾ കുറേ നാളായിട്ട് എന്നെയായിട്ട് കൊതിപ്പിക്കുകയാണ്, ഇന്നത്തോടുകൂടി ഉണ്ടല്ലോ അവളെ എല്ലാ ഗർവും ഞാനങ്ങ് ഒതുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുകയാണ്. അവസാനം ദേഷ്യം കൊണ്ട് സഹിക്കാൻ വയ്യാത്ത നമ്മുടെ സച്ചി സ്റ്റിയറിങ്ങിൽ ഇങ്ങനെ അമർത്തി പിടിച്ച് ദേഷ്യം കടിച്ചു പിടിക്കുകയാണ്. എന്നിട്ട് സച്ചി മനസ്സിനെ സ്വയം ഇങ്ങനെ പാകപ്പെടുത്തി എടുക്കുകയാണ്. സച്ചി ഇങ്ങനെ ആലോചിച്ചിട്ട് പറയണം, ഈശ്വര ഇതെൻ്റെ കാറല്ല, ഇത് മറ്റൊരാളെ കാറാണ്. എന്തെങ്കിലും തരത്തിൽ പ്രശ്നമായി കഴിഞ്ഞാൽ ഈ കാറിൻ്റെ കാര്യത്തിൽ തീരുമാനമാവും. അതുകൊണ്ട് അതായത് ആ കാറ് തിരിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ സച്ചിക്ക് പിന്നെ വരുമാനം ഇല്ലല്ലോ. അപ്പോൾ സച്ചി മനസ്സിൽ വിചാരിക്കണം, എന്തായാലും ഞാൻ എന്നെ കൺട്രോൾ ചെയ്തേ പറ്റൂ. സച്ചി നീ നിന്നെ കൺട്രോൾ ചെയ്യടാ സച്ചി എന്നിങ്ങനെ സച്ചി സ്വയം മനസ്സിനോട് പറയുകയാണ്. എന്നിട്ട് സച്ചി വണ്ടി ഓടിച്ചിങ്ങനെ പോവുകയാണ്. പിന്നെ അതുപോലെ തന്നെയാണ് നമ്മുടെ മണ്ഡപത്തിൽ ഒരുക്കങ്ങളാണ് പിന്നീട് കാണിക്കുന്നത്. മണ്ഡപത്തിൽ ഒരുക്കങ്ങളൊക്കെ നടക്കുകയാണ്. നമ്മുടെ ഹാരവും വിളക്കും നിറപറയും എല്ലാം കാണിക്കുന്നുണ്ട്. നമ്മുടെ പൂജാരി ഇരുന്നിട്ട് മന്ത്രങ്ങളൊക്കെ ജപിച്ച് താലിയൊക്കെ പൂജിക്കുകയാണ്. അതൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ ദേ വരികയാണ് നമ്മുടെ വധൂവരന്മാർ വരികയാണ്. നമ്മുടെ ശ്രുതിയും ശ്രുതിയും വരികയാണ്. അവർക്കൊപ്പം നമ്മുടെ ശ്രീകാന്ത് ഉണ്ട്. ശ്രീകാന്ത് അവർക്ക് മുന്നേ ഇങ്ങനെ ഫോട്ടോ എടുത്തെടുത്ത് പോവുകയാണ്. ശ്രീകാന്ത് തിരിഞ്ഞാണ് നടക്കുന്നത്. ശ്രീകാന്ത് ഇവരുടെ ഫോക്കസ് ഇവിടെ ഫോട്ടോ എടുത്തിട്ട് ഇങ്ങനെ പോവുകയാണ് നമ്മുടെ ശ്രീകാന്ത്. അതിനൊപ്പം തന്നെ കുറച്ച് ആളുകളും ഉണ്ട് കൂടെ വരികയാണ്. നാദസ്വരം ഇങ്ങനെ നാദസ്വരം ഉറച്ചുറച്ച് കേൾക്കുകയാണ്. അങ്ങനെ വിവാഹത്തിൻ്റെ ആ ഒരു സമയം എത്തിയിരിക്കുകയാണ്. അങ്ങനെ നേരെ നമ്മുടെ വധൂവരന്മാർ നേരെ മണ്ഡപത്തിലേക്ക് കയറുകയാണ്. കയറി എല്ലാവരെയും തൊഴുതതിന് ശേഷം അവർ ഇരിക്കുകയാണ്. മണ്ഡപത്തിൽ കയറിയിട്ട് നമ്മുടെ സ്തുതിയും ശ്രുതിയും ഇരിക്കുകയാണ്. പ്രാർത്ഥനയോടുകൂടി ഇങ്ങനെ തൊഴുതിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ രേവതി അമ്മ ഇവരെല്ലാവരും പുറത്താണ് നിൽക്കുന്നത്. മണ്ഡപത്തിനകത്തുനിന്ന് പുറത്താണ് നിൽക്കുന്നത്. അപ്പോൾ രേവതി അമ്മ, അതുപോലെ നമ്മുടെ ദേവു, ശരത്ത്, ഇങ്ങനെ രവീന്ദ്രൻ, അച്ചമ്മ ഇവരെല്ലാം പുറത്താണ് നിൽക്കുന്നത്. പെണ്ണിൻ്റെ തൊട്ടടുത്ത് ഇങ്ങനെ ഒട്ടിച്ചേർന്ന് നിൽക്കുകയാണ് നമ്മുടെ ചന്ദ്രമതി പെണ്ണിനെ വിട്ടൊരു കളിയില്ല. ചന്ദ്രമതി അവിടെ തന്നെ ഇരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു കോടികൾ അപ്പം തന്നെ കിട്ടും എന്നുള്ള രീതിയിലാണെന്ന് തോന്നുന്നു. പുള്ളിക്കാരത്തിയെ പശ വെച്ച് ഒട്ടിച്ചത് കണക്കിരിക്കുകയാണ് നമ്മുടെ ശ്രുതിയുടെ അടുത്തുനിന്ന്, എങ്ങോട്ടും മാറുന്നില്ല. അങ്ങനെ നിൽക്കുന്ന ആ ഒരു സമയത്ത് എന്താ പറയുന്നത്, അവർ പരസ്പരം ഹാരമണിയിക്കുന്ന ആ ഒരു സമയമായിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ശ്രുതിയോട് പറയുകയാണ്, മോളെ ഇതാ ഹാരം ശ്രുതിയുടെ കഴുത്തിലേക്ക് ഇട്ട് കൊടുക്ക് എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ ശ്രുതി എഴുന്നേറ്റ് നിന്ന് പിന്നെ ഹാരം വാങ്ങിച്ചിട്ട് നമ്മുടെ ശ്രുതിയുടെ കഴുത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഭയങ്കര ഹാപ്പി ആവുകയാണ് ശ്രുതി. അപ്പോഴത്തേക്ക് അതിന് ശേഷം അടുത്ത ഹാരം നമ്മുടെ ശ്രുതിയുടെ കയ്യിൽ കൊടുക്കുകയാണ്. ശ്രുതി അത് ശ്രുതിയുടെ കഴുത്തിൽ ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ അവരിരുവരും ഹാരം ഇട്ടതിന് ശേഷം ഇങ്ങനെ അവിടെ ഇരിക്കുകയാണ്. ഇനി താലികെട്ടിൻ്റെ ഒക്കെ ഊഴം വരാറാവുന്നു. അപ്പോഴത്തേക്ക് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ രേവതി, താഴെ നിൽക്കുന്ന രേവതി പെട്ടെന്ന് തന്നെ മണ്ഡപത്തിനകത്തേക്ക് കയറി ചെല്ലുകയാണ്. നമ്മുടെ ശ്രുതിയുടെ തൊട്ട് പുറകിൽ ചെന്ന് നിന്നിട്ട് ശ്രുതിയുടെ തലമുടി പിടിച്ച് മാറ്റിയിട്ട് ആ ഹാരം മുകളിലേക്ക് മുടി മാറ്റിയിട്ട് ഹാരം കഴുത്തിലോട്ട് ശരിക്ക് വെക്കാനുള്ള ആ ഒരു ശ്രമം നടത്തുകയാണ് നമ്മുടെ രേവതി. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ ചന്ദ്രമതിക്ക് അതൊന്നും കണ്ടിട്ട് പിടിക്കുന്നില്ല. ചന്ദ്രമതി ഇങ്ങനെ രേവതി ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, എന്താടി നീ കാണിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ് രേവതിയോട്. അപ്പോൾ രേവതി പറയണ, അത് അമ്മേ ഈ മാല നേരെ ഇട്ട് കൊടുക്കുകയാണ് എന്നിങ്ങനെ പറയണം. മാല നേരെ ഇട്ട് കൊടുക്കാനോ? അതിന് നിന്നെ ആരാ ഇങ്ങോട്ട് വിളിച്ചത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ രേവതി വല്ലാണ്ടങ്ങ് ചമ്മിപ്പോവാണ്. ഈ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ശ്രുതിയും ശ്രുതിയും നന്നായിട്ട് കേൾക്കുന്നുണ്ട്. അവർ കേൾക്കത്തക്ക രീതിയിൽ തന്നെയാണ് നമ്മുടെ ചന്ദ്രമതി സംസാരിക്കുന്നത്. പക്ഷേ ബാക്കിയുള്ളവരാരും കേൾക്കുന്നില്ല. കാരണം നാദസ്വരത്തിൻ്റെ ശബ്ദവും പിന്നെ മറ്റുള്ളവർ മണ്ഡപത്തിന് താഴെയാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവരാരും ഇതൊന്നും കേൾക്കുന്നില്ല. നമ്മുടെ ശ്രുതിയും രേവതിയും മാത്രമാണ് കേൾക്കുന്നത്. അപ്പോൾ രേവതി പറയണം, അമ്മ ഇത് മാല നേരെ ഇട്ട് കൊടുക്കുന്നു. നിന്നെ ആരാ ഇങ്ങോട്ട് വിളിച്ചത്? നിന്നോട് ആരാ പറഞ്ഞത്? ഞാനിന്ന് എത്ര തവണ കൊണ്ട് നിന്നോട് പറയാണ് ശ്രുതിയുടെ അടുത്ത് നീ വരരുതെന്ന്. എടി, രാശിയില്ലാത്ത നീ തൊട്ട് കഴിഞ്ഞാലുണ്ടല്ലോ നിന്റെ രാശികേട് ഇവരെ കൂടെ ബാധിക്കും. എൻ്റെ മകനും മരുമകളും നല്ലതുപോലെ ഒരു ദാമ്പത്യ ജീവിതം നയിക്കുന്നത് കണ്ടിട്ട് നിനക്ക് സഹിക്കാൻ വയ്യല്ലേ? എങ്ങനെയെങ്കിലും അവരൊന്ന് ജീവിച്ചോട്ടെ,
നീ എന്തിനാ ഇതിൻ്റെ ഇടയിൽ ഇടങ്കോലിടാനായിട്ട് ഇങ്ങനെ നടക്കുന്നത്? നിന്റെ ശാപം കിട്ടിയ ജാതകത്തിൻ്റെ ആ ദോഷങ്ങൾ എന്തിനാ എൻ്റെ മരുമകളുടെ ദേഹത്തെന്നല്ല എൻ്റെ മരുമകളുടെ രാശിയിലേക്ക് നീ അടിച്ചേൽപ്പിക്കുന്നത് എന്നൊക്കെയുള്ള ഡയലോഗുകളൊക്കെ അടിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ രേവതിക്ക് ഭയങ്കര സങ്കടമാവുകയാണ്. അപ്പോൾ രേവതി എന്നിട്ട് നമ്മുടെ ചന്ദ്രമതി ചോദിക്കണേ, എടി നീ തൊട്ട ഈ ഹാരം ഉണ്ടല്ലോ അശുദ്ധമാവും, അതുകൊണ്ട് നിൻ്റെ കൈ കൊണ്ട് ഇതിനെയൊന്നും നീ തൊടരുത് എന്നിങ്ങനെ പറയുകയാണ്. അപ്പം നമ്മുടെ രേവതി ചോദിക്കണം, അമ്മേ ഞാനും എൻ്റെ അമ്മയും കൂടിയല്ലേ ഇത് കെട്ടിയത്? അപ്പോൾ ഉടനെ ചന്ദ്രമതി പറയണ, അതേടി നീ നിൻ്റെ അമ്മയും കൂടി തന്നെ ഈ ഹാരം കോർത്തത്. പക്ഷേ അതൊക്കെ കഴിഞ്ഞിട്ടേ പൂജാരി അതിൽ പുണ്യാഹം തളിച്ചതിന് ശേഷമേ പൂജിച്ച് വെച്ചിരിക്കുകയായിരുന്നു, അതിൽ നീ തൊടരുത് എന്നിങ്ങനെ പറയുകയാണ്. നിൻ്റെ കൈ കൊണ്ട് തൊട്ടാലുണ്ടല്ലോ നിൻ്റെ രാശിദോഷം മുഴുവനും അതിലേക്ക് വരും എന്നിങ്ങനെ പറയുകയാണ്. എന്നിട്ട് നമ്മുടെ രേവതി ഇങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കുമ്പോൾ രേവതിയുടെ മുഖത്ത് നോക്കിയിട്ട് പറയണം, ഇറങ്ങിപ്പോടി എന്നിങ്ങനെ പറയാണ്. പോ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ രേവതിക്ക് നല്ല സങ്കടമാവണം. ഇറങ്ങിപ്പോടി എന്നിങ്ങനെ പറയാണ്. ആ 2-3 വട്ടം പോടിയായപ്പോൾ നമ്മുടെ രേവതി ആകെ സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ട് ഇറങ്ങി പോവാണ്. മണ്ഡപത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി അങ്ങ് പോവാണ്. ഇറങ്ങി നമ്മുടെ രേവതി അങ്ങോട്ടേക്ക് നടന്നു വരുന്ന കാണുമ്പോഴത്തേക്കും നമ്മുടെ ലക്ഷ്മി ചോദിക്കണേ, എന്താ മോളെ, എന്താ നീ കരയുന്നത് എന്നിങ്ങനെ ചോദിക്കാൻ. ഏയ് ഒന്നുമില്ല അമ്മേ എന്നിങ്ങനെ പറയണം. നീ എങ്ങോട്ടാണ് ഇപ്പോൾ ഈ സമയത്ത് പോകുന്നത്? താലി കെട്ട് നടക്കുന്ന സമയത്ത് നീ ഇത് എവിടെ ഇറങ്ങി പോകണം മോളെ എന്നിങ്ങനെ ലക്ഷ്മി ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ നമ്മുടെ ദേവു ചോദിക്കണം, ചേച്ചി എന്താ പറ്റിയത്? ചേച്ചി എന്തിനാണ് ചേച്ചി കരയുന്നത്? ആരും പറയുന്ന കേട്ടിട്ട് നിൽക്കാതെ അപ്പോഴത്തെ രേവതി മുന്നോട്ട് നടക്കുകയാണ്. അപ്പോഴും നമ്മുടെ ലക്ഷ്മി പറയണം, മോളെ ഈ സമയത്ത് നീ ഇവിടെ നിൽക്കേണ്ടതാണ്, നീ ഇതെവിടെ പോകണു എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്ക് ഒന്നുമില്ല അമ്മേ ഞാൻ പോണു എന്നും പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ട് രേവതി ഇറങ്ങി പോവുകയാണ്. രേവതി നന്നായിട്ട് കരയുന്നുണ്ട്. രേവതിയുടെ പിന്നാലെ ദേവുവും ശരത്തും എല്ലാവരും വച്ചു പിടിപ്പിക്കുകയാണ്. പക്ഷേ ഈ സംഭവങ്ങളൊന്നും നമ്മുടെ ശ്രീകാന്തോ രവീന്ദ്രനോ അച്ചമ്മയോ അറിയുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ശ്രീകാന്ത് എടുത്ത ഫോട്ടോകളൊക്കെ ഇങ്ങനെ രവീന്ദ്രനും അച്ചമ്മയ്ക്കൂടെ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അവർ ആ ഫോട്ടോയിൽ ശ്രദ്ധിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. ശ്രീകാന്ത് ഇങ്ങനെ കാണിക്കുന്നു, എടുക്കുന്ന ഓരോ ഫോട്ടോകളായിട്ട് അവരിങ്ങനെ അതിൽ തന്നെ നോക്കി നിന്നതുകൊണ്ട് അവിടെ നടന്ന സംഭവങ്ങളൊന്നും അവരറിയുന്നില്ല. അങ്ങനെ രേവതി കരഞ്ഞുകൊണ്ട് പോവുകയാണ്. പിന്നീട് അതിന് ശേഷമെന്ന് വെച്ചാൽ കാറിൽ നവീനും സച്ചിയും കൂടി പോകുന്നതാണ്. വീണ്ടും ഈ നവീൻ അതിനകത്തിരുന്നിട്ട് ഇതുപോലെയുള്ള കാര്യങ്ങളാണ് സംസാരിക്കുന്നത് മുഴുവനും. ശ്രുതിയെ കൊണ്ടുപോകുന്ന കാര്യവും ശ്രുതിയെ തട്ടിക്കൊണ്ട് പോകണം എന്നുള്ള കാര്യവും. അവളെ ഇത്രയും നാൾ ഞാൻ ഫോട്ടോയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ, ഇനിയിപ്പോൾ ഇന്ന് ഞാൻ നേരിട്ട് കണ്ട് ഞാൻ രസിക്കാൻ പോകുമല്ലേ, അങ്ങനെയൊക്കെയുള്ള വൃത്തികെട്ട കുറേ ഡയലോഗുകളും കാര്യങ്ങളൊക്കെ പറയുകയാണ്. ഇതൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടാതെ നമ്മുടെ സച്ചി തിരിഞ്ഞ് നോക്കുന്നുണ്ട്. അപ്പോൾ സച്ചിയോട് ചോദിക്കണം, എടാ നീ നേരെ നോക്കി വണ്ടി ഓടിക്കുക, നീ എന്തിനാ തിരിയുന്നത് കൂടെ എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം സച്ചിയോട് പറയാണ്, ഞാൻ പോകാനുള്ള സ്ഥലത്തെ നീ കുറച്ച് പെട്ടെന്ന് കൊണ്ടെത്തിച്ചാലുണ്ടല്ലോ നിനക്ക് പറഞ്ഞ പൈസയേക്കാളും കൂടുതൽ പൈസ ഞാൻ തരാം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ സച്ചി പറയാണ്, എനിക്കങ്ങനെ കൂടുതൽ പൈസയൊന്നും വേണ്ട, ഞാൻ പറഞ്ഞൊരു പൈസ ഉണ്ടല്ലോ അതിങ്ങ് എനിക്ക് തന്നാൽ മതി എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ നവീൻ പറയണം, എടാ ഒരു കാര്യം ചെയ്യും, നീ ഒരു പ്രണയഗാനം വെക്കേ, ഇപ്പോൾ ഈ സമയത്ത് എനിക്കത് കേൾക്കാനുള്ള മൂഡിലാണ് എന്നിങ്ങനെ പറയണം. സച്ചി ഉടനെ തന്നെ എടുത്തടിച്ചെനിക്ക് പറയണം, സാറേ ഇതിലൊന്നും അതൊന്നും വെക്കാൻ പറ്റില്ല, കാരണം ഇതിൻ്റെ സ്പീക്കറെല്ലാം പോയിരിക്കുകയാണ്. എടാ എന്ത് വണ്ടിയാടാ നിൻ്റെ ഈ വണ്ടി, ഇതൊക്കെ ഒന്ന് ശരിയാക്കി വെക്കണ്ടേ? ഒരു കാര്യം ചെയ്യാം, ഞാൻ എൻ്റെ മൊബൈലിൽ ഞാൻ പ്രണയഗാനം വെക്കാം എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ പ്രണയഗാനം വെക്കാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരൻ ഇങ്ങനെ ഫോൺ എടുക്കുന്ന സമയത്ത് നമ്മുടെ സച്ചി ഒരു വശത്തേക്ക് വണ്ടി ഒതുക്കിയിട്ട് സഡൻ ബ്രേക്ക് ഇടുകയാണ്. പുള്ളിക്കാരൻ ഇങ്ങനെ അങ്ങ് ആയിയാണ്. അങ്ങനെയൊക്കെയുള്ള മോന്ത വന്ന് ഫ്രണ്ടിലത്തെ ആ ഒരു സീറ്റിൻ്റെ ഇവിടെ വന്ന് ഇടിച്ചിട്ട് അയാളെ മോന്ത ഇങ്ങനെ ആവുകയാണ്. അപ്പോൾ അയാൾ പറയാണ്, എന്താടാ നീ കാണിച്ചത്, എന്തിനാടാ നീ സഡൻ ബ്രേക്ക് ഇട്ടത്? ഇപ്പോൾ സഡൻ ബ്രേക്ക് ഇടാൻ വേണ്ടിയിട്ട് എന്താ ഉണ്ടായത്? എൻ്റെ മോന്തയും പോയേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആക്കുകയാണ് പുള്ളിക്കാരൻ. അപ്പോൾ സച്ചിക്കാണെങ്കിൽ ദേഷ്യം സഹിക്കാൻ വയ്യ. സച്ചി കൺട്രോൾ ചെയ്യുകയാണ്. എന്നിട്ട് സച്ചി സ്വയം പറയണം, സച്ചി കൺട്രോൾ എന്ന് പറഞ്ഞിട്ട് സച്ചി സ്വയം നിയന്ത്രിക്കുകയാണ്. എന്നിട്ട് സച്ചി വീണ്ടും വണ്ടി വിട്ടങ്ങ് പോവുകയാണ്. അപ്പോൾ അതേ സമയത്ത് അവിടെ വിവാഹ മണ്ഡപത്തിൽ ഇങ്ങനെ നമ്മുടെ അച്ചമ്മ ആകെ അക്ഷമയായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അച്ചമ്മ ചോദിക്കുകയാണ്, അച്ചമ്മ ഇങ്ങനെ നിന്ന് നോക്കുന്നു. അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുകയാണ്, അമ്മ ഇത് ആരെയാണ് നോക്കുന്നത്? അല്ല, രേവതി ഇവിടെ തൊട്ട് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നല്ലോ, രേവതിയെ കണ്ടില്ല, രേവതി ഇത് എങ്ങോട്ട് പോയി? അപ്പോൾ രവീന്ദ്രൻ പറയണേ, അവളിവിടെ എങ്ങനെ കാണും അമ്മേ? ഇല്ലടാ, ഞാൻ ഇവിടെ അത്രയും നോക്കി, രേവതിയെ കാണുന്നില്ല. രേവതിയെ മാത്രമല്ല, രേവതിയുടെ അമ്മയും അനിയനെയും ചേച്ചിയും അനിയത്തെയും അവരാരെയും കാണുന്നില്ല. ഇവരൊക്കെ ഇത് എങ്ങോട്ട് പോയി ഇപ്പോൾ ഈ സമയത്ത്? അപ്പോൾ രവീന്ദ്രൻ പറയണ, അമ്മേ അതമ്മയ്ക്ക് മനസ്സിലായില്ലേ, ഇവരെല്ലാവരെയും കാണുന്നില്ലെങ്കിലേ അവർ ചിലപ്പോൾ പൂ കെട്ടാൻ പോയിട്ടുണ്ട്, പൂ കുറേ കൊണ്ടുവന്ന് അവിടെ വച്ചിരിക്കുകയില്ലേ, എല്ലാം കെട്ടി തീർന്നില്ലല്ലോ. അപ്പോൾ രേവതി അവരെ സഹായിക്കാനായിട്ട് കൂടെ പോയിട്ടുണ്ടാവും അമ്മേ, അവർ പോയി ചെയ്യട്ടെ അത് എന്നിങ്ങനെ പറയണം.
പറയുകയാണ്. രവീന്ദ്രൻ വളരെ എന്താ പറയുന്നത്, വളരെ പോസിറ്റീവായിട്ട് പറയുകയാണ്. അതിനുശേഷം രവീന്ദ്രൻ പറയണം, അമ്മ ഇങ്ങോട്ട് വാ. അല്ലടാ, സച്ചിയെ കണ്ടില്ലല്ലോ, മുഹൂർത്തം ആവാറായല്ലോ. നേരത്തെ രേവതിയോട് ഞാൻ പറഞ്ഞപ്പോൾ രേവതി വിളിച്ചപ്പോൾ ദേ വരുന്നു എന്നാണല്ലോ സച്ചി പറഞ്ഞത്. ഇത്ര നേരമായിട്ട് സച്ചിയെ കണ്ടില്ലല്ലോടാ എന്നിങ്ങനെ പറയണം. അപ്പോൾ രവീന്ദ്രൻ പറയണേ, എൻ്റെ അമ്മേ, സച്ചി ഇപ്പം വരുമെന്ന് കുറച്ച് മുമ്പ് വിളിച്ചപ്പോൾ പറഞ്ഞെന്നല്ലേ പറയുന്നത്. അപ്പോൾ അവൻ ഇപ്പോൾ എത്തിക്കോളും, അമ്മ സമാധാനമായിട്ടിരിക്കുക, അമ്മ ഇങ്ങോട്ട് വാ എന്നിങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ രവീന്ദ്രൻ നമ്മുടെ അമ്മയെ അങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ട് പോവുകയാണ്. അതേസമയം നമ്മുടെ രേവതി കരയാണ്. നമ്മുടെ മണ്ഡപത്തിന് പുറത്ത് വേറൊരു ഒഴിഞ്ഞ ഭാഗത്ത് പോയി നിന്ന് കരയാണ്. നമ്മുടെ അമ്മയുണ്ട്, ദേവുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ശരത്തുണ്ട്, എല്ലാവരും ഉണ്ട്. അവർ ചോദിക്കുകയാണ്, എന്തിനാ ചേച്ചി കരയുന്നത്? ചേച്ചി ഇങ്ങനെ കരയാതിരിക്കുക, അതൊക്കെ കഴിഞ്ഞില്ലേ, അവരുടെ സ്വഭാവം ചേച്ചിക്ക് അറിയില്ലേ എന്നിങ്ങനെ ദേവ് ചോദിക്കുകയാണ്. എന്നിട്ട് അപ്പോൾ നമ്മുടെ ലക്ഷ്മി പറയാണ്, ഇപ്പം എനിക്കെല്ലാം മനസ്സിലായി മോളെ, നീ അവിടെ എന്തുമാത്രം വേദന അനുഭവിച്ചാണ് നിൽക്കുന്നതെന്നുള്ള കാര്യമൊക്കെ എനിക്കിപ്പോൾ നന്നായിട്ട് മനസ്സിലായി. പക്ഷേ ഈ സ്ത്രീ ഇത്രയും മോശപ്പെട്ട സ്ത്രീയാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. സമാധാനപ്പെടുമോളെ, മോള് കരയല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. പക്ഷേ രേവതി കരയുകയാണ്. അപ്പം തന്നെ ശരത്തിന് ദേഷ്യം വരികയാണ്. ശരത്ത് പറയാണ്, ഇത് ഇങ്ങനെ വിട്ടാൽ പറ്റില്ലമ്മേ, ഇതൊന്ന് ചോദിച്ചിട്ട് തന്നെ ബാക്കി കാര്യം എന്ന് പറഞ്ഞിട്ട് ശരത്ത് നടക്കുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി പറയണ, മോനെ ശരത്തെ, വേണ്ട, ചോദിക്കണ്ട, നമ്മളായിട്ട് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട എന്നിങ്ങനെ പറയണം. അപ്പോൾ നമ്മുടെ ദേവ് പറയണ, അങ്ങനെ ചോദിക്കാതിരുന്നാൽ പറ്റില്ലല്ലോ, ഞാൻ ഇവിടെ വന്നപ്പോൾ തൊട്ട് കാണുകയാണ് ആ തള്ളേരെ നോട്ടവും പെരുമാറ്റവും രീതികളും ഒക്കെ. ഇതങ്ങനെ വിടേണ്ട ഒരു കാര്യമില്ല, ഇതൊന്ന് ചോദിച്ചിട്ട് തന്നെ ബാക്കി കാര്യം, ബാ ശരത്തെ നമുക്ക് ചോദിക്കാം എന്നിങ്ങനെ ദേവ് പറയാണ്. അപ്പോൾ രേവതി പറയാണ്, വേണ്ട ശരത്തെ, വേണ്ട, ചോദിക്കണ്ട, നിങ്ങളിപ്പോൾ ഇത് ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ വലിയ പ്രശ്നമാവും. അപ്പോൾ ഈ കല്യാണം നടക്കുന്ന ഈ സമയത്ത് നമ്മൾ ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കി എന്നുള്ള ചീത്തപ്പേരും കൂടി ഉണ്ടാവും, അവർക്ക് എല്ലാവർക്കും വിഷമാവും അത് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ ദേവ് പറയണേ, വിഷമിക്കട്ടെ, അവരും ഇത്തിരി വിഷമിക്കട്ടെ, മറ്റുള്ളവരെ വിഷമിപ്പിച്ചിട്ട് അവരങ്ങനെ ഇപ്പോൾ സന്തോഷിക്കണ്ട എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ശരത്ത് ഉറപ്പിച്ച് പറയാണ്, എന്തായാലും ഇത് ഞാൻ ചെന്ന് പറയാതിരിക്കില്ല, ഇത് ഞാൻ ചെന്ന് ചോദിച്ചിട്ടേ ഉള്ളൂ ബാക്കി കാര്യം, എനിക്കിത് രവി അങ്കിളിനോട് ചോദിക്കണം എന്ന് തന്നെ പറയുകയാണ്. അപ്പോൾ ഉടനെ രേവതി പറയണം, മോനെ നീ ചെന്ന് അച്ഛനോട് ചോദിക്കരുത്, അമ്മ എന്നെ ഇങ്ങനെ പറഞ്ഞു എന്നറിഞ്ഞാൽ അച്ഛന് നല്ല സങ്കടമാവും, അച്ഛൻ പിന്നെ ഇത് അടങ്ങിയിരിക്കില്ല, അച്ഛന് അവിടെ പ്രശ്നം ഉണ്ടാക്കും എന്നിങ്ങനെ പറയുകയാണ്. അച്ഛൻ അമ്മയോട് മോശമായിട്ട് പെരുമാറും എന്നിങ്ങനെ രേവതി പറയുമ്പോൾ ശരത്ത് പറയണം, പെരുമാറട്ടെ, അവരും അറിയട്ടെ, മറ്റുള്ളവരെ വിഷമിപ്പിച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന വിഷമത്തെപ്പറ്റി അവരും കുറച്ച് മനസ്സിലാക്കട്ടെ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ ലക്ഷ്മിയും പറയണം, മോനെ എന്തായാലും ഇനി നമ്മളിവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കി എന്നുള്ള ഒരു ചീത്തപ്പേര് നമുക്കിനി വേണ്ട, അതുകൊണ്ട് നമുക്കിതങ്ങ് സഹിക്കാം എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ആ സമയത്താണ് കാണിക്കുന്നത് നമ്മുടെ ഭാമ നമ്മുടെ മണ്ഡപത്തിലേക്ക് കയറി ചെല്ലുകയാണ്. എന്നിട്ട് ചന്ദ്രമതിയുടെ അടുത്ത് എന്നിട്ട് ചോദിക്കണേ, ചന്ദ്രേ ഇവിടെ എന്താ നടക്കുന്നത് എന്നിങ്ങനെ ചോദിക്കണേ. ചന്ദ്രമതി ചോദിക്കണേ, എന്താ ഭാമേ, എന്താ നീ ഉദ്ദേശിക്കുന്നത്? അല്ല ചന്ദ്രേ, രേവതി ഇവിടെ കയറി വന്നിട്ട് പെട്ടെന്ന് എന്നെ രേവതി ഇറങ്ങിപ്പോയല്ലോ, ഞാൻ നോക്കിയപ്പോൾ രേവതി നന്നായിട്ട് കരഞ്ഞുകൊണ്ടാണല്ലോ പോകുന്നത്, നീ എന്താ അവളെ പറഞ്ഞത് ഇതിന് വേണ്ടിയിട്ട് എന്നിങ്ങനെ ചോദിക്കണം. അപ്പോൾ ഉടനെ ചന്ദ്രമതി പറയണേ, ഞാനെന്ത് പറയാനാ, ഞാനൊന്നും പറഞ്ഞില്ല, നീ പറയാതെയൊന്നും ഇരിക്കില്ല, രേവതി അങ്ങനെ കരഞ്ഞുകൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോണമെങ്കിൽ നീ നല്ലത് പറഞ്ഞിട്ടുണ്ടാവും എന്നിങ്ങനെ പറയണം. എന്താ കാര്യം, അവളും കൂടെ നിന്ന് നടക്കേണ്ട ചടങ്ങല്ലേ, അവൾ കരഞ്ഞു പോകണമെങ്കിൽ എന്താ കാര്യം എന്നിങ്ങനെ ഭാമ ചോദിക്കുകയാണ്. അപ്പോൾ ചന്ദ്രമതി പറയണ, ഭാമേ, അവൾ പോയെങ്കിലുണ്ടല്ലോ അത് വളരെ നല്ലത്, എൻ്റെ മോൻ്റെ കല്യാണത്തിന് ആ രാശി കെട്ടവൾ നിൽക്കേണ്ട, അത് തന്നെ എൻ്റെ ഇഷ്ടം, അതാണ് എൻ്റെ ആഗ്രഹം, ആ എരണക്കേട് ഒഴിഞ്ഞു പോട്ടെ എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ ചന്ദ്രമതി പറയുകയാണ്. അപ്പോൾ നമ്മുടെ ഭാമ പറയുകയാണ്, ഇതൊന്നും ശരിയല്ല ചന്ദ്രേ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ പിന്നീടും കാണിക്കുന്നത് നമ്മുടെ രേവതിയാണ്. രേവതി ഇങ്ങനെ അവർ ചന്ദ്രമതി പറഞ്ഞ വാക്കുകളെക്കുറിച്ച് ഓർക്കുകയാണ്. രാശി കെട്ടവളെ, നീ അടുത്ത് വന്ന് നിന്നിട്ട് എൻ്റെ മോൻ്റെ ജീവിതം നശിപ്പിക്കരുത് നിൻ്റെ രാശി കേടുകൊണ്ട് എന്നൊക്കെയുള്ള പറഞ്ഞ ആ വൃത്തികെട്ട വാക്കുകൾ നമ്മുടെ രേവതി ഇങ്ങനെ ഓർക്കുകയാണ്. അത് ഓർത്തോർത്ത് നമ്മുടെ രേവതി ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അത് കാണിച്ചാണ് നമ്മുടെ എപ്പിസോഡ് തീരുന്നത്. ഇനി എന്താവോ എന്തോ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നാളെ വരെ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. നാളെയല്ല, തിങ്കളാഴ്ച തന്നെ ഉള്ളൂ ഇനി. എന്ന് വെച്ചാൽ നമ്മുടെ മിക്കവാറും സച്ചി വരുമ്പോഴത്തേക്ക് നമ്മുടെ രേവതി ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നതാണ് കാണുന്നതെങ്കിൽ നമ്മുടെ സച്ചി അവിടെ അലമ്പുണ്ടാക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ അത്രയും നല്ല ഒരു എന്താണ് പറയുന്നത് മുഹൂർത്തങ്ങളൊക്കെയാണ് ഇനി വരാനിരിക്കുന്നത്. അതൊക്കെ കാണണം എന്നുണ്ടെങ്കിൽ തിങ്കളാഴ്ച വരെ എന്തായാലും നിങ്ങൾ വെയിറ്റ് ചെയ്തേ പറ്റൂ. ഇനി എന്താണ്,
ഇനി പ്രത്യേകിച്ചൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്തേക്കാനും മറക്കരുത്. നിങ്ങളുടെ കമൻറ്റുകളൊന്നും ഇപ്പോൾ കാണുന്നില്ല. ഇടയ്ക്കൊക്കെ കമൻ്റ് ഇടൂ എന്ന് ഞാൻ പറയുമ്പോൾ ഇടയ്ക്കൊക്കെ വന്ന് കമൻ്റ് ഇട്ട് പോവാറുണ്ട്. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ പിന്നീട് നിങ്ങൾ വീണ്ടും കമൻ്റ് ഇടൽ നിർത്തുന്നുണ്ട്. പ്ലീസ് കമൻ്റ് ഇടൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഇഷ്ടമായി എന്ന് കമൻ്റ് ഇടൂ, ഇഷ്ടമായില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് കമൻ്റ് ഇടൂ. അതുപോലെ തന്നെ ഈ ചാനലിനെ പറ്റി നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം. ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ടും പ്രൊമോ വീഡിയോയുമായിട്ടൊക്കെ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് ഓടി എത്തുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബായ്.